ഡേയ് എന്നാ അത് പിടി. ഇതെന്തോന്നു? ബനാന ചിപ്സ് 5 പാക്കറ്റാ. ആ, കോഴിക്കോട് തന്നെ വാങ്ങണം. മീനച്ചാറ് 4 കുപ്പി, 3 തേയില 5 പാക്കറ്റാ. ഇതെല്ലാം എനിക്കല്ല, 2 നെയ്മറിന് കൊടുക്കാനുള്ളത്. എന്തുവാടാ അതൊക്കെ? നീ കേരളത്തിൽ പോയിട്ട് വരുമ്പോ വാങ്ങിക്കൊണ്ട് വരാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റാ. ഞാൻ കേരളത്തിൽ പോകുന്നത് നിന്റെ അടുത്താര് പറഞ്ഞു? അതൊക്കെ നമ്മൾ അറിയും. അല്ല, നീ അറിഞ്ഞില്ലേ? ഇല്ലെന്നേ. അപ്പൊ ഇതറിയാത്ത ഒരേ ഒരു വ്യക്തി നീയായിരിക്കും. നീ അവിടെ ചെന്ന് ഒരാഴ്ചത്തേക്കുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ എൻ്റെ ഉണ്ട്. എന്നാന്ന് പറഞ്ഞേ. എന്നാ കേട്ടോ, നിങ്ങൾ ഒക്ടോബർ 25 അവിടെ എത്തുന്നു. മന്ത്രിയുടെ ഗസ്റ്റ് ഹൗസിൽ താമസം. ഉച്ചയ്ക്ക് മന്ത്രിയുടെ വീട്ടിൽ നിന്ന് നെമ്മീൻ കറിയും കൂട്ടി ഊണ്. കൊഞ്ചേറി ഉണ്ടാവൂ? കാണുമായിരിക്കും. അന്ന് റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം 2 ഉദ്ഘാടനവും 2 മാമോദീസ. ചേടാ, മാമോദീസ ഉണ്ടോ? അടുത്ത ദിവസം പിള്ളേർക്കൊരു മോട്ടിവേഷൻ ടോക്ക്, 2-3 സ്റ്റേഡിയം വിസിറ്റ്, പിന്നെ ഫാൻസുമായിട്ട് ഡാൻസ് വേണോ? പിന്നെ വേണം. മറഡോണ എന്ന സമയത്ത് രഞ്ജിനി ഹരിദാസുമായിട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇനി ആരാണോ എന്തോ, ഹണീറോ അല്ലെങ്കിൽ വേണ്ട. എന്താ പറഞ്ഞ ഹണി? ഒന്നും മിണ്ടാരിയടാ, കേസാവൂേ. ഹണി എന്ന് പറഞ്ഞാ കേസാ? ഇപ്പൊ അങ്ങനെ. അത് പറഞ്ഞപ്പോളാ നീയും ബോച്ചയായിട്ടുള്ള അവിഹിത ബന്ധമൊക്കെ ഞാൻ അറിഞ്ഞു. ഏത് പോച്ചേ? പോച്ചയല്ലടേ, ബോച്ചേ, ബോബി ചെമ്മണ്ണൂർ. ഈ പേര് ഞാൻ എവിടെയോ ഒരു വെള്ളയിട്ട ആളാണ്. അത് തന്നെ. അപ്പൊ ഞാൻ കേട്ട ശരിയാണല്ലേ? പോടാ വൃത്തിയേട്ടവനെ. ഇയാള് പണ്ട് ഇയാളുടെ ജ്വല്ലറിയുടെ പാർട്ട്ണറാക്കാന്നും പറഞ്ഞ് എന്നെ വീട്ടിൽ വന്ന് കണ്ടായിരുന്നു. അങ്ങനെ അറിയാം. അത്രേ ഉള്ളൂ. ശരിയെന്നാ, ആ ലിസ്റ്റ് സൂക്ഷിച്ച് വെച്ചേരെ. എല്ലാം കൊണ്ട് വന്നേക്കണേ. ഹലോ. അന്ന് ഞാൻ ജേഴ്സി നീലയാക്കാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുക്കാൻ വിളിച്ചായിരുന്നു. അത് കൊടുക്കണ്ട, എല്ലാം കണക്കാ. ശരിയെന്ന്. സാറ് ദേഷ്യത്തിലായിരിക്കും. എന്തിനും? നമ്മൾ ആദ്യമായിട്ട് നോക്കുമെന്നല്ലല്ലോ. ഇനിയൊരു അംഗത്തിനും കൂടെ ബാല്യം ഉണ്ടാവും എന്ന് അറിഞ്ഞാൽ മതി. സാധ്യത ഇല്ലാതില്ല, എന്നാലും സാധ്യത ഇല്ല. തോന്നി. പോരാത്തതിന് സസ്പെൻഷനായിട്ട് ലെഗേറ്ററിനെ ഇറക്കിയെന്നും പറഞ്ഞ് നോർത്ത് ഈസ്റ്റ് കൊണ്ട് കേസ് കൊടുത്തേക്കുന്നു. കിട്ടിയ പോയിന്റ് പോകുമെന്തോ. ചേടാ, മോങ്ങായിരുന്ന പട്ടിയുടെ തലേ തേങ്ങ വീണെന്ന് പറഞ്ഞ അവസ്ഥയാണല്ലോടോ. അത് പോട്ട്, ഇനി ആരെല്ലാം വാങ്ങുന്നുണ്ടോ? അല്ല, വിൽക്കാൻ ഇനി ആരുമില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഇനിയിപ്പോൾ അടുത്ത സീസണിലത്തേക്ക് നോക്കിയാൽ പോരെ. സാർ അറിഞ്ഞോ, അൽ ഹിലാലിന്ന് നെയ്മർ സാന്റോസിലോട്ട് തിരിച്ചു പോകുന്നു? നൈസ്. അല്ല, അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യം? അല്ല, ഈ നെയ്മറിനെയൊക്കെ കോച്ച് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമല്ലേ? അതെ. നമുക്ക് നെയ്മറിനെ സൈൻ ചെയ്താലോ? നെയ്മർ മാത്രം ആക്കണ്ട, നമുക്ക് ക്രിസ്ത്യാനെ കൂടെ ഇങ്ങോട്ട് വരാം. സാർ ആക്കിയതാണല്ലേ. ഇവിടെ നെയ്മിയും പോയിട്ട് നെയ് ചാള വാങ്ങാൻ കാശില്ല, അപ്പോഴാ നെയ്മർ. തനിക്ക് ഇതേപോലത്തെ ഐഡിയ ഒക്കെ എവിടെ നിന്ന് കിട്ടുന്നു? ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ടു സാറേ. ഫാബ്രിസോ റൊമാനെ ഹിയർ വി ഗോ പോസ്റ്റ് ഇട്ടേക്കുന്നു. നെയ്മർ നമ്മുടെ മഞ്ഞ ജേഴ്സി ഇട്ട് നിൽക്കുന്നൊരു ഫോട്ടോ. അങ്ങനെ തോന്നിയ ഐഡിയ. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്ക് സാറേ, നിങ്ങൾ വിചാരിച്ച നടക്കും. ആ ചിപ്സ് കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് വാങ്ങിക്കാമല്ലോ. ചാക്കാണെങ്കിൽ കേട്ട് കിടക്കുന്നു. എന്താ സാറേ? ഒന്നുമില്ല. താനിപ്പോൾ ചെല്ല്, നമുക്ക് ആലോചിക്കാം. ഇപ്പം ആലോചന മാത്രമേ നടക്കുന്നുള്ളൂ. ബാക്കിയുള്ള ടീമിൻ്റെയൊക്കെ വിചാരം നമ്മളെന്തോ ആടി സെയിൽ നടത്തുവാന്ന്. ഇപ്പം വാങ്ങിയ ഇരട്ടി വാങ്ങാന്നുള്ള ടൈറ്റിലും വെച്ചോണ്ട്. താനിങ്ങനെ നെഗറ്റീവ് അടിക്കാതെ വലിയൊരു പ്ലാനിങ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? എല്ലാം വഴി മനസ്സിലാവും. മനസ്സിലായാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ അടുത്ത നിങ്ങളുടെ പോസ്റ്റ് ആയിരിക്കും വരുന്നത്. എൻ്റെ സേവനങ്ങൾക്ക് പെരുത്ത് നന്ദിയെന്ന്. ബാക്കി ഞാൻ പറയുന്നില്ല.